ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏജസ് വ്ളോഗ്സ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാ ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ഇക്കൊല്ലം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന നമ്മുടെ കുട്ടി ഡോക്ടേഴ്സിനും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്, അതായത് പ്രയോറിറ്റി എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ BDSന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ BDS എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ 26 ഡെന്റൽ കോളേജസ് ആണുള്ളത്. അതിൽ 6 കോളേജസ് ഗവൺമെന്റും 20 കോളേജസ് ആണ് സെൽഫ് ഫിനാൻസിങ് വരുന്നത്. ഈ ഗവൺമെന്റ് കോളേജസിൽ മിക്ക കോളേജസിലും 50 സീറ്റ്സ് ആണുള്ളത്, ചില കോളേജസിൽ 40 ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് കോളേജസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിയാരം ഡെന്റൽ കോളേജ് കണ്ണൂർ, പിന്നെ കാലിക്കറ്റ് ഡെന്റൽ കോളേജ്, പിന്നെ തൃശൂർ ഡെന്റൽ കോളേജ്, കോട്ടയം ഡെന്റൽ കോളേജ്, ആലപ്പുഴ ഡെന്റൽ കോളേജ്, ട്രിവാൻഡ്രം ഡെന്റൽ കോളേജ്. അപ്പൊ 2021 തൊട്ട് 24 വരെയുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് റാങ്ക്സ് കയറിയിട്ടുള്ള കോളേജ് കാലിക്കറ്റ് ഡെന്റൽ കോളേജ് ആണ് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് നിങ്ങൾക്ക് ഏത് കിട്ടിയാലും എടുക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്തായാലും ഓപ്ഷൻ കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഇമ്പോർട്ടന്റ് നോട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫിലെ കിട്ടുള്ളൂ, ആ റാങ്ക് ഉള്ളൂ എന്നാണെങ്കിലും നിങ്ങൾ ഗവൺമെന്റ് കൊടുക്കാൻ വിട്ടുപോകരുത്. എപ്പോഴും ഈ 6 ഗവൺമെന്റ് കോളേജസ് മോളി വെച്ചതിന് ശേഷം വേണം പിന്നെ നിങ്ങളെ പ്രയോറിറ്റിനനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഗവൺമെന്റ് കോളേജിന്റെ കാര്യം. ഗവൺമെന്റ് നമ്മൾ ഏത് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അതിലിപ്പോൾ ടോപ്പ് റാങ്ക്സ് കയറിയിട്ടുള്ള നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കാലിക്കറ്റ് ആണ്. ഇനി കമ്മിങ് ടു സെൽഫ് ഫിനാൻസിങ്, അതായത് പ്രൈവറ്റ് ഡെന്റൽ കോളേജ്, ഇതിനെ കുറിച്ചാണ് മിക്ക ആൾക്കാർക്കും അറിയാൻ ആഗ്രഹം. ഏത് കോളേജാണ് ബെസ്റ്റ് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 4 കൊല്ലത്തെ റാങ്ക്സ് വെച്ച് നോക്കുമ്പോൾ, റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ മാർ ബസീലിയോസ്, അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള മാർ ബസീലിയോസും അതുപോലെ തന്നെ പുഷ്പഗിരി ഡെന്റൽ കോളേജ് തിരുവല്ല, ഈ 2 കോളേജസിലാണ് ടോപ്പ് റാങ്ക്സ് സെൽഫ് ഫിനാൻസിംഗിൽ കയറിയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന കോളേജസ് എന്ന് പറയുന്നത് PMS ട്രിവാൻഡ്രത്തുള്ളതാണ് PMS, അതുപോലെ തന്നെ അന്നൂർ ഡെന്റൽ കോളേജ്, ഇതും എറണാകുളത്തുള്ള ഒരു കോളേജാണ്. അതുപോലെ തന്നെ സെന്റ് ഗ്രെഗോറിയസ്, അതും എറണാകുളത്തുള്ള കോളേജസ് ആണ് കേട്ടോ. അപ്പം ഈ 4 കൊല്ലത്ത് ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയാണ് നമ്മളൊരു പ്രയോറിറ്റി കണ്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് KMCT, MES, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് അസീസിയ, അൽ അസർ ഒക്കെ വരുന്നത്. പിന്നെ KMCT, MES, അൽ അസർ, അസീസിയ, പുഷ്പഗിരി, അതുപോലെ തന്നെ ട്രാവൻകൂർ ഡെന്റൽ കോളേജിന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജസ് ഒക്കെ മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഈ കോളേജസിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, റാങ്ക് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ, അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ആയിട്ടുള്ള കോളേജസ് ലാസ്റ്റ് 4 ഇയേഴ്സിലത്തെ കാര്യം വെച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ. പുഷ്പഗിരി, മാർ ബസിലിയോസ്, PMS, അനൂർ, സെന്റ് ഗ്രെഗോറിയസ്, KMCT, MES ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ തന്നെ അൽ അസർ, അസീസിയ, ഇതൊക്കെയാണ് ടോപ്പ് ആയിട്ടുള്ള റാങ്ക്സ് കയറിയിട്ടുള്ള കോളേജ്. അതിൽ അസീസിയ, അൽ അസർ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. ഇതിൽ പേഷ്യന്റ് ഫ്ലോന്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യന്റ് ഫ്ലോ മിക്ക കോളേജസിലും നമുക്ക് കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക്സ് പറഞ്ഞിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ 2 ഡിപ്പാർട്ട്മെന്റും മിക്ക കോളേജസിലും നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ളതായിട്ടാണ് അറിയുന്നത്. പിന്നെ മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസ് തന്നെ അവിടുത്തെ ഡെന്റൽ കോളേജസിലും വരാണ്ട് സാധ്യത ഉണ്ട്. പിന്നെ വരുന്ന ബാക്കി കോളേജസ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ള നിങ്ങൾക്ക് നിങ്ങളെ റീജിയനിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കി കോളേജസിന്റെ ലിസ്റ്റ് ഞാൻ സ്ഥലം അടക്കം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെഞ്ചുറി ഡെന്റൽ കോളേജ്, അത് കാസർഗോഡാണ് വരുന്നത്. പിന്നെ വരുന്നത് കണ്ണൂർ ഡെന്റൽ കോളേജ്, അത് അഞ്ചരക്കണ്ടി, അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പിന്നെ ശ്രീ ആഞ്ജനേയ ഉണ്ട് കാലിക്കറ്റ്. അതുപോലെ തന്നെ എഡ്യൂക്കെയർ ഡെന്റൽ കോളേജ് മലപ്പുറത്താണ് വരുന്നത്, ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ മലബാർ ഡെന്റൽ കോളേജ് മലപ്പുറത്താണ് വരുന്നത്, അത് എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ റോയൽ ഡെന്റൽ കോളേജ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, ചാലിശ്ശേരി. പിന്നെ PSM ഡെന്റൽ കോളേജ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്, അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജ്, അതുപോലെ എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെ കോതമംഗലത്താണ് വരുന്നത്. പിന്നെ വരുന്നത് ട്രാവൻകൂർ ഡെന്റൽ കോളേജ്, അത് കൊല്ലമാണ് വരുന്നത്. പിന്നെ ശ്രീ ശങ്കര, നൂറുൽ ഇസ്ലാം, ഈ കോളേജസ് ഒക്കെ ട്രിവാൻഡ്രത്താണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് കോളേജിന്റെ പ്രയോറിറ്റി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് ഈ കോളേജസിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രയോറിറ്റിയിൽ പറഞ്ഞത്. പിന്നെ അവിടെ പഠിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാം, BDS ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പ്രൊഫഷൻ ആണ്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അതെങ്ങനെയുണ്ട് നിങ്ങളെ കോളേജിൽ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇവിടെ മടുത്തു അങ്ങനെയൊക്കെ പറയും. കാരണം ഇക്കരെ നിന്നാൽ അക്കരെ പച്ചാന്ന് അറിയില്ല, അതുപോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റാങ്ക് ലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ കുട്ടികളോട് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആസ് ഓഫ് നൗ അവർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു തരാൻ അറിയുണ്ടാവും. അപ്പൊ ഞാൻ ഒരുവിധം കോളേജസിലൊക്കെ അന്വേഷിച്ചിരുന്നു. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏതൊക്കെ കോളേജസ് ആണ് നല്ലത് എന്നുള്ളത്. അപ്പം ടോപ്പ് ആയിട്ടുള്ള കോളേജസ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ബാക്കി കോളേജസ് നിങ്ങൾ പ്രയോറിറ്റി ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തിന് അടുത്തായിട്ടുള്ള കോളേജസ് ആദ്യം കൊടുക്കുക, പിന്നെ ബാക്കി കോളേജസ് കൊടുത്തോളൂ. അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ബെസ്റ്റ് കോളേജ് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു കോളേജിനെ പറയാൻ പറ്റില്ല. അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ടോപ്പ് കോളേജസ് പറഞ്ഞതിൽ തന്നെ മാർ ബസിലിയോസ്, പുഷ്പഗിരി, അങ്ങനത്തെ കോളേജസിൽ 50 to 60 സീറ്റ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കുറച്ച് ടോപ്പ് റാങ്ക്സ് അവിടെയാണ് ഉണ്ടാവുക. പിന്നെ MES ആണെങ്കിലും KMCT ആണെങ്കിലും ഒക്കെ 100 സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റാങ്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടോപ്പ് കോളേജസ് പറഞ്ഞാൽ ഏതിൽ എടുത്താലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ
ബാക്കി കോളേജസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബാക്കി ഞാൻ നിങ്ങൾ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള കോളേജസ് പറഞ്ഞല്ലോ, അതും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ കുറച്ച് കോളേജസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഇത് ബെസ്റ്റ് ഇത് സെക്കൻഡ് ബെസ്റ്റ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂട്ടത്തിൽ ബെറ്റർ ആയിട്ടുള്ള കോളേജസ് എന്നുള്ള രീതിക്ക് കുറച്ച് കോളേജസ് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഈ ടോപ്പ് കോളേജസിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് കോളേജിൽ കിട്ടിയാലും നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചവരാണെങ്കിൽ എന്തായാലും പഠിക്കാൻ പറ്റും. ഇൻ ദി എൻഡ് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡെന്റിസ്റ്റ് ആണ് ആവാൻ പോകുന്നത്, ഒരു ഡെന്റൽ ഡോക്ടർ ആവാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പ് കോളേജസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കണ പോലെയല്ല, സ്കൂളിൽ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യണ പോലെ അത് ഏത് പ്രൊഫഷണൽ കോളേജ് ആണെങ്കിലും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ല, അവർ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ ഭാഗം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഏത് കോളേജിലാണെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ കേരളത്തിൽ വേറെ 2 ഡെന്റൽ കോളേജസ് ഉണ്ട് കേട്ടോ. അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അവിടെ അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോ ഒക്കെ ഉള്ള കോളേജ് തന്നെയാണ് കേട്ടോ, അടിപൊളി കോളേജ് തന്നെയാണ്. അവിടെ കോംപ്രഹെൻസീവ് ആയിട്ടാണ് കേസുകളൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റൽ, അത് മാഹിയിലാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും പക്ഷേ കീമിന്റെ അണ്ടറിലല്ല വരുന്നത് കേട്ടോ. അപ്പൊ 26 കോളേജ് കൂടാതെ നിങ്ങൾക്ക് മാനേജ്മെന്റ് ആയിട്ട്, അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറണമെന്നാണെങ്കിൽ അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് നമ്മൾ BDS ഇന്റേൺഷിപ്പിൽ, അതായത് ഈ 4 കൊല്ലത്തെ നമ്മൾ BDS കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മന്ത്ലി ഒരു സാലറി പോലെ സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ അത് ഗവൺമെന്റ് ഡെന്റൽ കോളേജസിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യണ കൊല്ലം 23,000 പെർ മന്ത് ആയിരുന്നു. അത് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്തായാലും മിനിമം 23,000 പെർ മന്ത് വരുന്നുണ്ട്. ഇനി പ്രൈവറ്റ് കോളേജസിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വെച്ചിട്ട് 6,100 ആണ് MES ലുള്ളത് പെർ മന്ത്. KMCT 6,000 ആണ് പെർ മന്ത്. വേറെ കോളേജസും സ്റ്റൈപ്പൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ കുറച്ച് അധികം സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത് MES ഉം KMCT ആണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല വേറെയും കോളേജസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റിൽ നിങ്ങൾ ഇടും കേട്ടോ. പിന്നെ ചില കോളേജസ് ഇത്ര സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല, ചില കോളേജസ് സ്റ്റൈപ്പൻഡേ കൊടുക്കണില്ല. അപ്പോൾ അതാണ്, അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടറും കൂടി ഉണ്ട്, സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടറും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ സെൽഫ് ഫിനാൻസിംഗിൽ ചേരുമ്പോൾ OEC, SC, ST, അതുപോലെ ചിൽഡ്രൻ ഓഫ് ഫിഷർമെൻ, പിന്നെ കാസ്റ്റ് എലിജിബിൾ ഫോർ OEC കൺസെഷൻ, ഈ കാസ്റ്റുകൾക്കൊക്കെ ഫീ കൺസെഷൻ ഉണ്ടാവും. ട്യൂഷൻ ഫീ ഈ കാറ്റഗറീസിനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫീസൊക്കെ എന്തോ ചെറുതായിട്ട് അങ്ങനെ കുറച്ച് ഫീ ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അയ്യോ പ്രൈവറ്റിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൺസെഷൻ ഇല്ലെങ്കിലോ ഇത്രയും പൈസ കൊടുക്കണ്ടേ, അപ്പോൾ നിങ്ങൾക്ക് വല്ല കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ നോക്കി വെക്കാം. പിന്നെ ഞാൻ ഫൈനലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഓപ്ഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ആ കോളേജ് കൊടുക്കാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗവൺമെന്റ് കോളേജസ് 6 ടോപ്പിൽ കൊടുക്കുക, പിന്നെ ബാക്കി 20 പ്രൈവറ്റ് ഫിനാൻസിങ് സെൽഫ് ഫിനാൻസിങ് കോളേജസും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ Instagram ID വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും റിപ്ലൈ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.